ഹലോ, വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പർച്ചേസ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ മാസത്തിലെ അവസാനമായി നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത മാസത്തേക്കുള്ള സാധനങ്ങൾ, വീട്ടിലെ ഗ്രോസറി എല്ലാം വാങ്ങാനായിട്ടുള്ള പോക്കാണ്. നമ്മൾ ലുലുവിലേക്കാണ് കേട്ടോ പോണത്. ഖത്തറിൽ വന്നേ പിന്നെ എൻ്റെ ഫേവറേറ്റ് പരിപാടിയാണ് കേട്ടോ ഈ പർച്ചേസിങ് എന്ന് പറയുന്നത്. എന്ത് മേടിക്കാൻ പോകാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കുഞ്ഞാണെങ്കിൽ തോളത്ത് കിടന്ന് ഉറങ്ങിയും പോയി. ഇനിയിപ്പം നമുക്ക് സമാധാനമായിട്ട് ഓരോന്ന് തപ്പിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മളൊരു അറ്റത്തോന്ന് അങ്ങോട്ട് തുടങ്ങും നമ്മുടെ പരിപാടി. വേറെ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓരോന്ന് നടന്ന് കണ്ടുപിടിച്ച് എടുത്ത് കൊണ്ടുവന്ന് ഇട്ട് ഒരു 7 മണിക്ക് കയറിയ ഒരു 11 മണി വരെയൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കും കേട്ടോ. മേടിക്കാനുള്ളതും ഇല്ലാത്തതും ഒക്കെ തപ്പി നടക്കും. ആ ചട്ടിയൊക്കെ ഞാൻ ചുമ്മാ പോയി നോക്കുന്ന, കാണുമ്പോൾ ഒരു ആഗ്രഹം കാരണം കൊണ്ട് നോക്കുന്ന, അതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ കപ്പ് ഞാൻ ഒരു ലോഡ് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാലും അതങ്ങനെ കിടക്കണ കാണുമ്പം ഞാനൊന്നും പോയി നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ഈ പ്രാവശ്യം കപ്പ് എടുത്തില്ല. ഇനി നമുക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ല കപ്പ്. ഞാനൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചോറ്റ് പറഞ്ഞു ചായ പ്ലാസ്റ്റിക് ഇതില്ലേ, ഇതിങ്ങനെ ഇടിക്കും, എന്നിട്ടിങ്ങനെ തുറക്കും. ഇപ്പൊക്കെ എന്തൊക്കെ ടൈപ്പ് ചോറ്റ്, ഇതാലേ ടിഫിൻ ബോക്സ് പണ്ട് ചോറ്റ് പാത്രം അത്ര മേടിച്ചാലും രസത്തിന് ചുമ്മാ ഇടയ്ക്ക് കഴിക്കാൻ കാണാം. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ മേടിക്കണം. അപ്പം ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് ഫിഷ് ഉണ്ട് കേട്ടോ. തിലാപ്പിയ അത് അങ്ങനെ ഏതോ ഒരു മീനല്ലേ അത്. അപ്പം ഇതെപ്പോഴും ഇങ്ങനെ ഇവിടെ ഒരു ടാങ്കിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ലൈവായിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനകത്തുനിന്ന് പിടിച്ച് ക്ലീൻ ചെയ്തൊക്കെ തരും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട്, എനിക്കാണെങ്കിൽ മീനിനെ കുറിച്ച് അറിയത്തില്ല, ഹസ്ബൻഡിനാണെങ്കിൽ അത്രയും പോലും അറിയത്തില്ല. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നോക്കും ഒരറ്റത്തുനിന്ന് അപ്പുറത്തറ്റം വരെ. എന്നിട്ട് എല്ലാ മാസവും മുടങ്ങാതെ മേടിക്കുന്ന സാധനമാണ് നമ്മുടെ കൊഞ്ച്. അതുപോലെ കൊഞ്ചും ഞണ്ടും. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടിടും. കുഞ്ഞി മീനേത് ഇഷ്ടപ്പെട്ട കുഞ്ഞിക്ക്? പോസുകാരൻ ഇവിടെ ഇങ്ങനെ മീറ്റ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്കപ്പം പണിയെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോയി വന്നിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മേടിച്ച് വയ്ക്കുന്നതായിരിക്കും കേട്ടോ എളുപ്പം. ഞാൻ അങ്ങനത്തെ മേടിക്കൽ കുറവാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തു എന്ന് മാത്രം. കണ്ടോ ബ്രെയിൻ ഇരിക്കുന്നത് കണ്ടോ? ബ്രെയിൻ ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചായിരുന്നേ. എന്നിട്ട് ഞാനത് കുക്ക് ചെയ്തപ്പോഴത്തേനും അതൊരു ടേസ്റ്റ് ഇല്ല. സംഭവം ടേസ്റ്റ് ഇല്ലാണ്ടാവില്ല, ഞാൻ വെച്ചതിൻ്റെ പ്രശ്നമായിരിക്കും. എനിക്കിതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചപ്പോൾ അത് കുളമാക്കി. ഇതിൻ്റെ റേറ്റ് എന്താണെന്നറിയോ? ഇത്രയത്തിൻ്റെ റേറ്റ് 33.50. 33.50 എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്രയാണ്? 800 രൂപ വരും. കുഞ്ഞാണെങ്കിൽ എൻ്റെ തലക്കിട്ട് ഒരൊറ്റ ഇടി ഇടിച്ചിട്ട് എനിക്ക് തലവേദന ആയിട്ടിരിക്കുകയായിരുന്നേ. അവനാണെങ്കിൽ വാശിയും. അവനിങ്ങനെ തോളത്തിരിക്കണം. അവൻ ആ ഉറക്കം കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് അവന് വാശി. അവനിങ്ങനെ എടുക്കാൻ പറയും, അവനെ എടുക്കും. അതിൻ്റെ ഇടയിൽ സാധനങ്ങളെടുത്ത് അവൻ എറിയും. അവനെ ട്രോളിക്കകത്ത് ഇരുത്തിയതാട്ടോ ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ട് പിന്നെ അവൻ്റെ പരിപാടികളാണ് ട്രോളിക്കകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക. എൻ്റെ ഹെൽപ്പറാണ്. നേരത്തെ എറിഞ്ഞു പൊട്ടിക്കണ്ടായിരുന്നു. ഇതെന്താ സാധനം? എന്താ സാധനം എന്നറിയോ? ഇത് റെഡ് ഒലീവ്സ്. ഒലീവ്സ്. ഇത് തിരിച്ചേ എൻ്റെ ഫ്രണ്ട് കാണിച്ചേ. അതെ, അവനോട് ചുമക്കുന്നില്ല. എന്താ ഫുൾ ഒലീവ്സ് ആണ്. സ്പൈസി ബ്ലാക്ക് ഒലീവ്സ്. നമ്മുടെ നാട്ടിലെ തോളൂരിൻ്റെ അച്ചാറും എല്ലാ അച്ചാറുകളും ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലാ ബ്രാൻഡിൻ്റെയും. അപ്പം എനിക്ക് ഇഷ്ടം നമ്മുടെ തോളൂരിൻ്റെയാണ്. അപ്പോൾ ഞാൻ അത് ഒരെണ്ണെടുത്തു. പിന്നെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒരു 2 ലിറ്ററിൻ്റെ വെച്ചിട്ട് മേടിക്കുക ചെയ്യാറ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുത്തു. അത് ഇത് വേണോ?
എനിക്ക് മുളക് കാണുമ്പോൾ അതിൽ വെള്ളം വരുക. ഞാൻ അടുത്തേക്ക് വരണം. ഒരെണ്ണം അടുത്തേക്ക് വേഗം. മിൽക്ക് എടുക്കട്ടെ. ഓണം ആയതുകൊണ്ട് ഓണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു സെറ്റപ്പ്, ഓണം സെറ്റപ്പിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ചിപ്സുകളും അതുപോലെ പപ്പടം, പായസത്തിൻ്റെ മിക്സുകൾ, അങ്ങനെ ഓണം ആയിട്ട് ബന്ധമുള്ള എല്ലാ സാധനങ്ങളും അവർ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതുകൊണ്ട് അവിടെ ഇവിടെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഓണം വീട്ടിൽ അതായത് ഞാൻ കുക്ക് ചെയ്യണോ അതോ മേടിക്കണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒറ്റയ്ക്ക് എങ്ങനെ ആവുമെന്നറിയില്ല. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ കുറേ സാലഡ് ഐറ്റംസൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് 1-2 പ്രാവശ്യം ഒരു എന്തൊക്കെയോ പേരൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് അധികം നോക്കാറില്ല. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് വെജിറ്റബിൾസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്ഥിരം മേടിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, അത് ഞാൻ വേഗം പോയി എടുക്കും. പിന്നെ ചുമ്മാ ഈ അതും ഇതൊക്കെ നോക്കി നടക്കും. ഒരു രസമല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ തപ്പിയും പിടിച്ചും ചുമ്മാ എടുത്ത് നോക്കിയും ഒക്കെ നടക്കാൻ നല്ല രസമല്ലേ. പിന്നെ ആളുടെ ഫേവറേറ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എടുക്കലാണ് കേട്ടോ. പിയർ കണ്ടു കഴിഞ്ഞാൽ വിടില്ല, അതുപോലെ ഓറഞ്ച് കണ്ടാൽ വിടില്ല. ഇതൊക്കെ ഒരു ലോഡ് എടുത്ത് വെക്കുവേ. ഞാൻ വെജിറ്റബിൾ എടുക്കുന്ന സമയം കൊണ്ട് ആൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി പോയി എടുത്തിട്ട് വരും. അങ്ങനെ വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാധനങ്ങളും ഒക്കെ കൂടി നമ്മൾ എടുത്ത് നമ്മുടെ ട്രോളിക്കകത്ത് ഇടും കേട്ടോ. ഇങ്ങനെ ലുലുവിൽ വരുമ്പോഴാണ് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, അവിടെ നിന്നാണ് പിന്നെ അർജൻറ്റുള്ള സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ കിട്ടില്ല. അപ്പോൾ മാസത്തിൽ ഇതുപോലെ ലുലുവിൽ വരുന്ന സമയങ്ങളിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ മേടിച്ച് വെക്കും കേട്ടോ. പിന്നെ നട്ട്സ് മേടിച്ച് വെക്കും. കുഞ്ഞിക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. പിന്നെ നമുക്കിവിടെ നാട്ടിലെ പോലെ നല്ല ബീഫ് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വെട്ടുന്നിടത്ത് പോയി മേടിച്ചാലും ഒരു വൃത്തികെട്ട മണവും ഒരു ചൊവയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ആ ബോബി വീൽ. അത് വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് അവിടെ കണ്ടപ്പോൾ ഞങ്ങളെടുത്ത് നോക്കുകയായിരുന്നു. ഒരു നൊക്ലാച്ചേക്ക് സിപ്പപ്പില്ലേ, അതാണ് കേട്ടോ അത്. സിപ്പപ്പ് കണ്ടപ്പോൾ ചുമ്മാ ഒന്നെടുത്ത് നോക്കിയതാണേ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ചായപ്പൊടി, കാപ്പിപ്പൊടി ഇതൊക്കെ മേടിക്കണം. അതൊക്കെ ഇങ്ങനെ നിന്ന് തപ്പും. എന്നും എടുക്കുന്നത് തന്നെ എടുക്കത്തുള്ളൂ, എന്നാലും ഇങ്ങനെ നിന്ന് തപ്പും. രസം. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാം പർച്ചേസ് ചെയ്യുന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ട്രോളിയൊക്കെ തള്ളി ഒരു വിധത്തിൽ ബില്ലിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി എൻ്റെ റോള് കഴിഞ്ഞു കേട്ടോ. ഇനി ബില്ല് പേ ചെയ്യേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആൾ അതൊക്കെ ചെയ്ത് എനിക്കുള്ള സാധനങ്ങളൊക്കെ തള്ളി ഇതേ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസ് എന്തായാലും അവിടെ കഴിഞ്ഞിട്ടുണ്ട്.